എനിക്ക് മനസ്സിലായി. ആ കോളിപ്പം അങ്ങനെ എടുക്കണ്ട. വേറെ എന്തെങ്കിലും വയ്യാതിരിക്കായിരിക്കും. വേറെ മക്കളുണ്ടല്ലോ, അവരോട് ചോദിക്കട്ടെ. ആ അമ്മയോ? ദേ അമ്മ വന്നേക്കണ. ഞാൻ കൊറേ പ്രാവശ്യം വിളിച്ചു. ഓ ഞങ്ങള് കണ്ടില്ല. മോന് കൊണ്ടുവന്ന ഇങ്ങനെയുള്ള ലോക്കൽ കടയിൽ മേടിച്ച സാധനങ്ങളൊന്നും ഞങ്ങൾ കൊച്ചിന് കൊടുക്കാറില്ല. അമ്മ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്? നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ഞാൻ കേട്ടില്ല. കൊച്ചിന്റെ പുറകെ നടക്കല്ലായിരുന്നു. അമ്മ കഴിച്ചിട്ടായിരിക്കുമല്ലോ വന്നേക്കണത്. ഞങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ പുറത്തു പോയി കഴിക്കാനുള്ള പ്ലാനാണേ. ദേ നിങ്ങൾ വന്നേ. എന്തെങ്കിലും പൈസയുടെ ആവശ്യത്തിനായിരിക്കും വന്നേക്കണത്. രണ്ടാമത്തെ മക്കളോടൊക്കെ ചോദിക്കാൻ അങ്ങോട്ട് പറ. എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടി അടങ്ങൂടുന്നാണോ? നീ നിന്റെ നാക്കടക്ക്, അമ്മ കേൾക്കും. ഒച്ച കുറച്ച് പറഞ്ഞു. കണ്ടോ, അമ്മ പോയി നിന്റെ വർത്താനം കേട്ട്. അമ്മേ പെണി പോവല്ലേ അമ്മേ? എൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാമല്ലോ. അവളുടെ സ്വഭാവം അറിയാം. അവൾ പറയണൊന്നും അമ്മ മൈൻഡ് ചെയ്യണ്ട. അതുകൊണ്ടാണല്ലോ ഇത്ര അടുത്ത് വീടുണ്ടായിട്ടും ഇവിടെ ഒന്ന് വാടകയ്ക്ക് താമസിക്കേണ്ട അവസ്ഥ വന്നത്. എനിക്കൊന്ന് അങ്ങോട്ട് വന്നെന്നുണ്ട്. എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വന്നതല്ല. എനിക്ക് കുറച്ച് പെൻഷൻ കാശ് വന്നു ഒന്നിച്ച്. അത് തരാനായിട്ട് വന്നതാ. നിന്റെ ആവശ്യങ്ങൾ കുറച്ച് നടക്കട്ടെ എന്ന് ഓർത്ത് ഇത് തരാൻ വന്നതാ.